കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. സ്തുതിക്കുന്ന കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. പരിശുദ്ധാത്മ സാന്നിധ്യം വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മ ശക്തി സാന്നിധ്യം വെളിപ്പെടട്ടെ. ഹല്ലേലൂയാ. നമ്മുടെ എല്ലാ വേദനകളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും ബന്ധനങ്ങളും സമർപ്പിക്കും. പ്രത്യേകിച്ച് ഈ നാളുകളിൽ ലോകം മുഴുവനെയും ബാധിച്ചിരിക്കുന്ന കോവിഡ് എന്നുള്ള ആ മാരക രോഗം, വലിയ പാൻഡമിക് മഹാമാരി ദേശത്തു നിന്നും കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ മാറിപ്പോകാൻ പ്രത്യേകിച്ച് ഇവിടെ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കേരള സമൂഹത്തിനോട് എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. രോഗാവസ്ഥ കഴിയുന്ന മുഴുവൻ ആളുകൾക്കൂടി പ്രാർത്ഥിക്കാം. ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗികൾക്കൂടി പ്രാർത്ഥിക്കാം. വീട്ടിൽ കഴിയുന്ന രോഗികൾക്കൂടി പ്രാർത്ഥിക്കാം. മരിച്ചു പോയിട്ടുള്ള നൂറുകണക്കിന് മക്കളെ നമുക്ക് ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അനന്ത കരുണ ഈ സമയത്ത് പ്രപഞ്ചം മുഴുവൻ്റെ മേലൊഴുകാൻ വേണ്ടി ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ബുദ്ധിതനായ ഈശോയെ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ ആരാധിച്ച് മഹത്വപ്പെടുത്തും. ഈശോയ്ക്ക് ആരാധന കൊടുക്കുക. ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായി സത്യസന്ധമായ ദൈവാരാധന അർപ്പിച്ചാൽ മതി. എല്ലാ പൈശാചിക ശക്തികളും നമ്മെ വിട്ടുപോകുള്ളൂ. രോഗങ്ങൾ വിട്ടുമാറും. ബന്ധനടിയും കെട്ടടിയും ദൈവശക്തി വെളിപ്പെടും. വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ ആമേൻ യേശുനാഥ സർവശക്ത നിത്യപിതാവേ ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സകല കെട്ടുകളും സകല ബന്ധനങ്ങളും പൈശാചിക പീഡകളും എല്ലാം വിട്ടുപോകട്ടെ. ദേശത്ത് നിന്ന് വിട്ടുപോട്ടെ. കുടുംബങ്ങൾ വിട്ടുപോട്ടെ. പാപരോഗ പൈശാചിക ശക്തികൾ ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച് പുറത്താക്കുന്നു. എല്ലാം മാറട്ടെ. കർത്താവിൻ്റെ ആത്മാവ് ഈ സമയത്ത് സർവ്വ മക്കളുടെ മേലും വർഷിക്കപ്പെട്ടെ. കൃപയ്ക്ക് മേൽ കൃപയൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ സൗഖ്യം പരിശുദ്ധാത്മാവേ ശക്തിയോടെ ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ
ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ പൗരഭിഷേകം ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ബന്ധനമഴിയട്ടെ കെട്ടുകപെട്ടട്ടെ ബന്ധനമഴിയട്ടെ കെട്ടുകപെട്ടട്ടെ ബന്ധനമഴിയട്ടെ കെട്ടുകപെട്ടട്ടെ ബന്ധനമഴിയട്ടെ കെട്ടുകപെട്ടട്ടെ യേശുനാമത്തിൽ യേശുരക്തത്താൽ യേശുനാമത്തിൽ യേശുരക്തത്താൽ അടിമച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ അടിമച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ പാപച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ പാപച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ ഒറ്റവിളിശോയേ തുതിക്കുന്നു തുതിക്കുന്നു ഹല്ലേലൂയ ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന ഈശോയെ ആരാധിക്കുന്നു ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന പരിശുദ്ധാത്മാവേ ആരാധന ഹല്ലേലൂയ ആരാധന ജീസസ് ഹല്ലേലൂയ ആരാധന പരിശുദ്ധാത്മാവേ ആരാധന ഹല്ലേലൂയ ആരാധന പരിശുദ്ധാത്മാവേ ആരാധന കൈകളടിച്ച് പാടി ശക്തിയോടെ വിടുതൽ സൗഖ്യം സംഭവിക്കുന്നു യേശു ദൈവപുത്രൻ 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 ഹല്ലേലൂയ 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 ഒറ്റവിളിച്ചോ ഹല്ലേലൂയ ഹല്ലേലൂയ കൈകളടിച്ച് പാടാം ശക്തിയോടെ ശക്തിയോടെ അഭിഷേകം സകല പൈശാചിക പീഡകളും ബന്ധനങ്ങളായിട്ട് സുനാമത്തിൽ യേശു സർവശക്തൻ യേശു സർവശക്തൻ യേശു സർവശക്തൻ യേശു സർവശക്തൻ ഹല്ലേലൂയ ചേർന്ന് ഹല്ലേലൂയ ഈശോയെ ഹല്ലേലൂയ തടസ്സമഴിയുടെ യേശുനാമത്തിൽ മാറിപ്പോ സകല 12 ബന്ധിക്കുന്ന ഹല്ലേലൂയ യേശു ക്രിസ്തു നാമത്തിൽ ബന്ധിക്കുന്ന യേശുനാമത്തിൽ 2 ബന്ധിക്കുന്ന എഫെസസ് 6:12 ബന്ധിക്കുന്ന യേശുനാമത്തിൽ ഒറ്റവിളിശോയേ സ്തുതിക്കുന്നു ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന പരിശുദ്ധാത്മാവേ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന സ്തുതി ആരാധന പരിശുദ്ധാത്മാവേ ആരാധന ഹല്ലേലൂയ ആരാധന
പാടാം ശക്തിയോടെ, അഭിഷേകത്തോടെ. യേശുവൻ കൃപ, 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 യേശുവൻ കൃപ. നിനക്കെന്റെ കൃപ മതി, നിനക്കെന്റെ കൃപ മതി, നിനക്കെന്റെ കൃപ മതി, നിനക്കെന്റെ കൃപ മതി. ഹല്ലേലൂയ. ഒറ്റവിളിച്ചോയേ സ്തുതി ആരാധന. ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ ആരാധന. കരങ്ങളടച്ച് കരങ്ങൾ തുറന്നു പിടിക്കാം. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വേദനകളും ഈശോയ്ക്ക് കൊടുക്കാം. നമ്മുടെ മനസ്സിനലട്ടുന്ന രോഗങ്ങൾ വിഷമെല്ലാം കൊടുക്കാം. മത്തായി 11:28 അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമ്മുടെ എല്ലാ പ്രയാസവും ഈശോയ്ക്ക് കൊടുക്കാം. പ്രത്യേകിച്ച് നാളുകളിൽ ലോകത്തെയും നമ്മയൊക്കെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹാമാരി അത് മാറിപ്പോകാൻ വേണ്ടി നമുക്ക് കർത്താവിനോട് മനസ്സ് തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അനന്ത കരുണ ഈ സമയത്ത് നമ്മുടെ മേലും നമ്മുടെ കുടുംബം മുഴുവൻ്റെ മേലും ചൊരിയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ ഇടപെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. മർക്കോസ് സുവിശേഷം 3:27 ശക്തനായവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം. ഈ സമയത്ത് നമ്മളിൽ നമ്മുടെ കുടുംബങ്ങളിലും ദേശം മുഴുവനുള്ള ദുഷ്ടാരൂപികളെ ബന്ധിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അവിടെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കണമെന്ന് നമുക്ക് കർത്താവിനോട് മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കാം. രോഗങ്ങൾ, തകർച്ചകൾ, അപകടങ്ങൾ, പാപത്തിൻ്റെ സ്വാധീനങ്ങൾ, പൈശാചിക ആത്മാക്കൾ നമ്മെ നമ്മുടെ കുടുംബങ്ങളെയും പീഡിപ്പിക്കുന്ന പൈശാചിക അരൂപികളെ പൂർണ്ണമായും ബന്ധിച്ച് ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് മാറ്റിത്തരണമെന്ന് നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38:1 മുതലുള്ള വചനം. ആ ദിവസങ്ങളിൽ ഹെസക്കിയ രോഗിയാവുകയും മരണത്തോടടുക്കുകയും ചെയ്തു. ആമോസിന്റെ പുത്രനായ യെശയ്യാ പ്രവാചകൻ അവനെ സമീപിച്ച് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭവനം ക്രമപ്പെടുത്തുക, എന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. ഹെസക്കിയ ചുമരിൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി അങ്ങയുടെ മുമ്പിൽ വ്യാപരിച്ചുവെന്നും അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങിപ്പോൾ അനുസ്മരിക്കണമേ. അനന്തരം ഹെസക്കിയ വേദനയോടെ കരഞ്ഞു. അപ്പോൾ യെശയ്യായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് ഹെസക്കിയ രാജാവിനോട് പറയുക, നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു. ഇതാ നിന്റെ ആയുസ് 15 വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അസീറിയ രാജാവിൻ്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ഈ നഗരത്തെ നാം രക്ഷിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഈ വാഗ്ദാനം നിവൃത്തിയാകുമെന്നതിന് അവിടുന്ന് നൽകുന്ന അടയാളമാണിത്. ആകാശിൻ്റെ ഘടികാരത്തിൽ അസ്തമയ സൂര്യൻ്റെ രശ്മികൾ ഏറ്റുണ്ടാകുന്ന നിഴൽ 10 ചുവട് പുറകോട്ട് തിരിയുന്നതിന് ഞാൻ ഇടയാക്കും. അങ്ങനെ ഘടികാരത്തിൽ നിഴൽ 10 ചുവട് പുറകോട്ട് മാറി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വലിയ മഹാമാരി മരണത്തിലേക്ക് അനേക മക്കളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഹെസക്കിയ രാജാവിനെ പോലെ ദൈവസന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്ന പക്ഷം ആ ദുരന്തം നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ദേശത്തു നിന്നും മാറിപ്പോകും. ഇവിടെ വചനം പറയുന്നുണ്ട്, അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമുക്കത് അനുഭവിക്കാൻ പറ്റൂ. യെശയ്യാ പ്രവാചകൻ ആദ്യം കിട്ടിയ വെളിപാട് ഹെസക്കിയ രാജാവ് മരിച്ചു പോകുമെന്നാണ്. അതവൻ ചെന്നിട്ട് ഹെസക്കിയ രാജാവിനോട് പറയുന്നുണ്ട്, ദൈവമായ കർത്താവ് എന്നോട് അരുളി ചെയ്തു, നിന്റെ ഭവനം ക്രമപ്പെടുത്തുക, എന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല.
മരണത്തിൻ്റെ വിധി അവൻ്റെ മേൽ വന്നതാണ്. പക്ഷേ അവൻ ഹെസക്കിയ എഴുന്നേറ്റ് തൻ്റെ ചുമരിനോട് ചേർന്ന് നിന്ന് വിളിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അവൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. നമ്മുടെ ആയുസ്, നമ്മുടെ മാതാപിതാക്കളുടെ ആയുസ്, നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസ് ദൈവകരങ്ങളിലാണ്. ഈ സമയത്ത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ലോകം മുഴുവൻ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. അത് വെറും ഒരു ഭക്തി പ്രകടനമല്ലത്. ഭക്ത അഭ്യാസം വെറും ഒരു അഭ്യാസമല്ല. അതിനപ്പുറത്ത് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തെ അറിഞ്ഞുകൊണ്ട്, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് വിളിക്കണം. അങ്ങനെ വിളിക്കുമ്പോൾ ഹെസക്കിയ രാജാവിനോട് ദൈവം വീണ്ടും അരുളിച്ചതുപോലെ ദൈവം അവൻ്റെ മേലുള്ള മരണത്തിൻ്റെ വിധി മാറ്റി അവരുടെ ആയുസ് ദൈവം നീട്ടിക്കൊടുക്കുന്ന കാണാൻ പറ്റും. അതെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വലിയ പാൻഡമിക് മഹാമാരി നമ്മളും നമ്മുടെ കുടുംബങ്ങളും ദേശത്തു നിന്ന് വിട്ടുപോകാൻ ഹെസക്കിയ പോലെ ദൈവജനവും നമ്മളും ലോകം മുഴുവനും സത്യദൈവത്തിലേക്ക് തിരിഞ്ഞ് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ 100% ഉറപ്പാണ് അവിടെ ദൈവികമായ ഇടപെടുണ്ടാകും. ഇത് മാറ്റാൻ മനുഷ്യനൊരിക്കലും സാധ്യമല്ല. ദൈവത്തിന് മാത്രമേ ഇത് മാറ്റാൻ പറ്റുള്ളൂ. വിലാപങ്ങളുടെ പുസ്തകം 2:18-19 സിയോൻ പുത്രി കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക, രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീരൊഴുകട്ടെ. നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. രാത്രിയിൽ വ്യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. 4 കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. 4 കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. അത് പ്രിയപ്പെട്ട ദൈവമക്കളെ, രോഗപീഠയിൽ കഴിയുന്നവര്, രോഗമില്ലാത്തവര്, മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നവരും സകലരും ദൈവത്തെ വിളിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, സകലത്തിന് സൃഷ്ടാവായ ഒരു ദൈവമുണ്ട്. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പാപം മനുഷ്യന്റെ അറിവ് കൂട്ടുന്നത് ദൈവനിഷേധത്തിന് വേണ്ടിയാണ്. അവൻ വളർച്ച നേടി പലതും സമ്പാദിക്കുന്നതിന് ദൈവത്തെ തള്ളിപ്പറയാനാണ്. പക്ഷേ ദൈവവചനം പറയുന്നുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തെ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യൻ പോകുന്നതാണ് എല്ലാ ദുരന്തങ്ങൾക്ക് കാരണമാണ്. യുദ്ധങ്ങളും കലാപങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും മഹാമാരികളും കുടുംബ പ്രശ്നങ്ങളും തകർച്ചകളും എല്ലാം അടിസ്ഥാന കാരണം അവൻ്റെ ദൈവത്തെ അവൻ മറക്കുന്നു. ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല, ദൈവത്തിനൊന്നും സ്ഥാനം കൊടുക്കുന്നില്ല. ഈ സമയം നമുക്ക് അനുദപിക്കാം, പ്രാർത്ഥിക്കാം. ഹെസക്കിയയെപ്പോലെ ആര് പ്രാർത്ഥിച്ചാലും ദൈവികമായ ഇടപെടല് ജീവിതങ്ങൾ ഉണ്ടാകും. സാത്താനെ ദൈവം ഇല്ലാതാക്കും. പൈശാചിക പ്രവർത്തനങ്ങളെ മാറ്റുവാൻ ഒരു നിമിഷമാണ് ദൈവത്തിന്. ചെങ്കടല് 2 മാറ്റാൻ ദൈവത്തിന് ഒരു നിമിഷം മതിയെങ്കിലും ഈ ഭൂമിയിൽ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ദുഷ്ടാരൂപിയിലെ പ്രവർത്തനങ്ങൾ മാറാൻ ദൈവം ഒരു നിമിഷം ഇടപെട്ടാൽ മതി. പക്ഷേ ആ നിമിഷം ഉണ്ടാകണമെങ്കിൽ ഈ ദൈവത്തിന്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തണം. ഹെസക്കിയ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. ഹെസക്കിയ അങ്ങനെ പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ അവനും അവന്റെ കുടുംബവും സ്വാഭാവികമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമായിരുന്നു. ദൈവികമായ ഇടപെടലുണ്ടാകാൻ നിലവിളിച്ച് പ്രാർത്ഥിക്കും. ഈ സമയത്ത് കരുണയുണ്ടാകട്ടെ, ദൈവകരുണയൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ദുഷ്ടാരൂപിയുടെ പിടിയുന്നു ദൈവജനം പൂർണ്ണ മോചനം പ്രാപിക്കട്ടെ. പൈശാചിക ബന്ധനങ്ങൾ ഓരോ മകനെ മകളെ വിട്ടുപോകട്ടെ. കരയാനുള്ള കൃപ ലഭിക്കട്ടെ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകം കിട്ടുകയാണ്. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 51 ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിൽ എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രികത്തിനനുസരിച്ച് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണം. എൻ്റെ അകൃത്യം ശേഷം കഴുകിക്കളയണം. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണം. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു.
എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണം. ഹിസ്സോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണം. ഞാൻ ദുർബലനാകും. എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. എന്നെ സന്തോഷഭരിതനാക്കണം. അവിടുന്ന് തകർച്ച എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എൻ്റെ പാപങ്ങളിൽ എന്നെ മോചിപ്പിക്കണം. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ. അചഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ ഇതിനെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും. പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും. ദൈവമേ, എൻ്റെ രക്ഷയുടെ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. പിതാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, തുറങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കരുത്. അങ്ങ് പ്രസാദിച്ച് സിയോന് നന്മ ചെയ്യണമേ. ജെറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കി പണിയണമേ. അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹനബലികളിലും സമ്പൂർണ്ണ ദഹനബലികളിലും പ്രസാദിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളുകൾ അർപ്പിക്കപ്പെടും. ഹല്ലേലൂയ, ആരാധന. പരിശുദ്ധാത്മാവേ, ആരാധന. ഹല്ലേലൂയ, പ്രിയനേ യേശുവേ രക്ഷകാ, എൻ പ്രിയനേ യേശുവേ രക്ഷകാ, നിൻ കരമേൽ മേൽ വയ്ക്കാം ശുദ്ധി ചെയ്കന്നേ. നിൻ കരമേൽ മേൽ വയ്ക്കാം ശുദ്ധി ചെയ്കന്നേ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. പരിശുദ്ധാത്മാവ് എല്ലാ മക്കളിലേക്ക് കൊടുക്കട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഒറ്റവിളിശോയെ ആരാധന. ഹല്ലേലൂയ, ആരാധന. പരിശുദ്ധാത്മാവേ, ആരാധന. ഹല്ലേലൂയ, ആരാധന.
അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഒറ്റ വിളിച്ചോയേ, അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ പെന്തക്കോസ്താ തിരുനാളിൽ പരിശുദ്ധാത്മാഭിഷേകം സകല ദൈവമക്കളുടെ മേലും പെയ്തിറങ്ങട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്കും സൗഖ്യം ലഭിക്കും. ദൈവസ്നേഹം പുതു സൃഷ്ടികളായി മാറും, വിശുദ്ധരായി മാറും. ദൈവകൃപ കൊണ്ട് നിറയട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ. പൈശാചിക പീഡകൾ മാറട്ടെ യേശുനാമത്തിൽ. നിരാശ മുഴുവൻ മാറട്ടെ യേശുനാമത്തിൽ. സകല ദുഷ്ടാരൂപികളും വിട്ടുപോകട്ടെ യേശുനാമത്തിൽ. എൻ കണ്ണുകൾ കാതുകൾ ബന്ധങ്ങൾ, എൻ കണ്ണുകൾ കാതുകൾ ബന്ധങ്ങൾ വെണ്മയായി തീരട്ടെ. എന്റെ നാമെല്ലാം വെണ്മയായി തീരട്ടെ. സൗഖ്യവും സംഭവിക്കുന്നു. ദൈവവചനത്തിന്റെ ശക്തി യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. എല്ലാ ബന്ധനങ്ങൾ അടിയട്ടെ. കുടുംബങ്ങൾ രോഗപീഡ, ഭാവപീഡ, പൈശാചിക ബന്ധനം അടിയട്ടെ. സമാധാനത്തിന് സമാധാനം, എല്ലാ ഹൃദയങ്ങളും സമാധാനം, പ്രത്യാശ തരട്ടെ, ദൈവസ്നേഹം തരട്ടെ, വിശുദ്ധി തരട്ടെ. അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. രണ്ട് കരം ഉയർത്തുന്ന ഈശോയേ, എന്റെ ഈശോ. പരിശുദ്ധാത്മാവേ, 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 പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, 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 പറന്നിറങ്ങണമേ. രണ്ട് കരമയോട്ടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ. തടസ്സങ്ങളായിട്ട് പൈശാചിക പീഡകൾ, രോഗങ്ങൾ, കെട്ടുകൾ, തടസ്സങ്ങൾ എല്ലാം മാറിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, എല്ലാം കെട്ടൊഴിയുന്നു യേശുനാമത്തിൽ. ഹല്ലേലൂയ, കൈയടിച്ചു പാടാം. ശക്തിയോടെ വിടുതലഭിഷേകം, പരിശുദ്ധ ശക്തിയാൽ അടയാള അത്ഭുതങ്ങൾ, വിടുതലഭിഷേകം കുടുംബങ്ങളിലേക്ക് ഓരോ വ്യക്തിക്ക് ലഭിക്കുന്നു. വചനത്തിന്റെ അഭിഷേകം. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ,
ബന്ധനമഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ആരാധനയെങ്കിൽ, ബന്ധനമഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. അപ്പസ്തോല രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പസ്തോല രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, സത്താൻ സത്താൻ മാറിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, സാത്താൻ സാത്താൻ മാറിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, ബന്ധനം ബന്ധനം അഴിഞ്ഞു പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, ബന്ധനം ബന്ധനം അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ 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 ശക്തിയോടെ ഹല്ലേലൂയ ഓരോ വ്യക്തിയുടെ മേൽ, ഓരോ രോഗിയുടെ മേൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീസസ് നെയിം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.